ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിലെ കസേരകളിൽ ഹൈക്കോടതി തീരുമാനം കാത്ത സർക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിധിക്കെതിരെ നൽകിയ അപ്പീലിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് ആരോഗ്യവകുപ്പ് പ്രതീക്ഷിക്കുന്നത്. അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും. അതേസമയം ഹൈക്കോടതി തീരുമാനം വരും വരെ ഓഫീസിൽ പോകുമെന്നാണ് ഡോക്ടർ കെ ജെ റീനയുടെ തീരുമാനം. വിശദാംശങ്ങൾ അരുൺ സോളമൻ നൽകും. അരുൺ, ഈ അന്നത്തെ കസേരകളിയൊക്കെ ഒരു സിനിമാ രംഗത്തേക്ക് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളായിരുന്നു. എന്തായാലും ആ വിവാദങ്ങൾക്ക് ഇപ്പോഴും കെട്ടടങ്ങണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നൊരു തീരുമാനം വരണം. അതിനിടയിൽ സ്ഥിരം ആരോഗ്യവകുപ്പ് ഡയറക്ടറെ കണ്ടെത്താനുള്ള നടപടികളും സർക്കാർ തുടങ്ങിയിട്ടുണ്ടല്ലേ? ശ്രുതി, ഷിഗാസ്, ഈ കസേരക്കളി തുടരുകയാണ്. കാരണം ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്നും ഉത്തരവ് തനിക്ക് അനുകൂലമായി കിട്ടിയതിന് പിന്നാലെ ഈ ഡയറക്ടർ കൂടിയായിരുന്ന റീന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓഫീസിൽ വന്നെങ്കിലും ഇപ്പോൾ ഈ ഡയറക്ടറിന്റെ സ്ഥാനത്തിരിക്കുന്ന മീനാക്ഷി ഈ സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം സർക്കാരിന്റെ ശുപാർശ തനിക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് മീനാക്ഷിയുടെ നിലപാട്. പക്ഷേ അവർ തനിക്ക് ചെയ്യേണ്ടുന്ന ജോലികൾ ചെയ്തു തീർക്കുമെന്ന നിലപാടിൽ റീനയെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഹൈക്കോടതി തീരുമാനം ഈ അപ്പീലിൽ സർക്കാരിന് അനുകൂലമായി വിധി വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നിലവിൽ ആരോഗ്യവകുപ്പിനുള്ളത്. പക്ഷേ അപ്പോഴും നേരത്തെ തന്നെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ വാദിച്ച വാദങ്ങൾ അത് എങ്ങനെയാണ് ഹൈക്കോടതി ഇനി നോക്കിക്കാണുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. കാരണം 3 വർഷം കാലാവധി എന്ന് പറയുന്നത് പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നേരത്തെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ റീന വാദിച്ചത്. മറ്റൊന്ന്, ഒരു എക്സിക്യൂട്ടീവിൽ നിൽക്കുന്നവർക്ക് തന്റെ സ്ഥാനം എടുത്തു കളയാൻ വളരെ പെട്ടെന്ന് സാധിക്കില്ല, അങ്ങനെയല്ല അത് ചെയ്യേണ്ടതെന്നുള്ളതായിരുന്നു നേരത്തെ റീന വാദിച്ചിരുന്നത്. ഈ 2 വാദങ്ങളും ഏറ്റവും സുപ്രധാനമാണ്. മറ്റൊന്ന്, ഈ ആരോഗ്യ മന്ത്രി നേരത്തെ സൂചിപ്പിച്ച ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പകർച്ചവ്യാധികൾ അടക്കം സംസ്ഥാനത്ത് വ്യാപിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ലീവിന് പോയിരുന്നു എന്നുള്ളതാണ്. അതിൽ 15 ദിവസം ലീവായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ വിവാദത്തിലേക്ക് നയിച്ചത്. പക്ഷേ 2.5 ദിവസം മാത്രമാണ് താൻ അവധിയിൽ പ്രവേശിച്ചത് എന്നുള്ളതാണ് റീന വ്യക്തമാക്കിയത്. ഏറ്റവും ഒടുവിൽ ആരോഗ്യവകുപ്പിന് ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരികയും ആ ഉത്തരവ് മാറ്റി പുറത്തു കൊണ്ടുവരികയും ചെയ്യേണ്ടി വന്നു. കാരണം 2.5 ദിവസം മാത്രമായിരുന്നു റീന അവധിയിൽ പോയതെന്നുള്ളത് വ്യക്തമായിരുന്നു. അങ്ങനെ ആരോഗ്യവകുപ്പ് മന്ത്രി ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ചില തുരപ്പൻ പണികൾ സ്ഥാനത്ത് ഇരുന്ന് ചെയ്തു എന്നുള്ളതാണ്. അതും വകുപ്പുമായി കൂടിയാലോചിക്കാതെ ആണ് ഈ തീരുമാനങ്ങളുമായിട്ട് റീന ഏകപക്ഷീയമായിട്ട് മുന്നോട്ട് പോയി എന്നുള്ള കടുത്ത വിമർശനത്തിലേക്ക് കെ മുരളീധരൻ പരക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഏറ്റവും ഒടുവിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്ന് 2 ആഴ്ചത്തേക്ക് ഈ ഉത്തരവിൽ സ്റ്റേ നേടിക്കൊണ്ട് റീന വീണ്ടും സ്ഥാനത്തേക്ക് എത്തിയത്. പക്ഷെ അപ്പോഴും ഈ താൽക്കാലിക ചുമതലയിലിരിക്കുന്ന മീനാക്ഷി സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് തീരുമാനമെടുത്തിട്ടില്ല. എന്തായാലും സർക്കാരിന്റെ ശുപാർശ പ്രകാരം മീനാക്ഷി സ്ഥാനത്ത് തുടരുമ്പോഴാണ് ഈ കസേരക്കളി തുടരുന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ നിന്നും ഉള്ള ഈ അപ്പീലിൽ സർക്കാർ ഒരു അനുകൂല വിധി പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ എന്താണ് ഇനി ഹൈക്കോടതി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് നോക്കിക്കാണാനുള്ളത്. എന്തായാലും 3 വർഷമാണ് കാലാവധി. അതിനപ്പുറം സർക്കാർ ഈ ഏകപക്ഷീയമായിട്ട് റീനയെ ഈ സ്ഥാനത്ത് നിന്നും ഒരു കൂടിയാലോചനകളും ഇല്ലാതെയാണ് മാറ്റിയെന്നുള്ളതാണ്. അതും തതുല്യമായിട്ടുള്ള ശമ്പളം, തതുല്യമായിട്ടുള്ള ഒരു പൊസിഷനിലേക്കാണ് മാറ്റിയത്. എറണാകുളം റീജിയണൽ പബ്ലിക് ലാബിന്റെ സർക്കാർ എന്നുള്ളതാണ്. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.